അല്പസമയത്തിനുള്ളിൽ ഒരു 5-6 മിനിറ്റിനുള്ളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന കുരുമരച്ചോട്ടിലേക്ക് എത്തും. ഘോഷയാത്രയെ സ്വീകരിക്കാൻ വേണ്ടി ദേവസ്വം മന്ത്രി അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയില്ലേ. എത്തിയതിന്റെ സൂചന എന്ന് പറയുന്നത് തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്ന് പിന്നിട്ട് ഏതാണ്ട് വലിയ നടപ്പന്തലിലേക്ക് എത്താൻ പോകുന്നു. ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള ഘോഷങ്ങൾ, ചെണ്ടമേളങ്ങൾ അടക്കമുള്ള ഘോഷങ്ങൾ, വാദ്യമേളങ്ങളുടെ ഘോഷങ്ങളെല്ലാം തന്നെ ശ്രീകോവിലിൽ തുടങ്ങിക്കഴിഞ്ഞു. അതായത് അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവാഭരണ ഘോഷയാത്രയെ നമുക്ക് കാണാൻ സാധിക്കും. തിരുവാഭരണത്തെ തൊഴുത് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. ആ തിരുവാഭരണ പേടകളെ സ്വീകരിക്കാൻ വേണ്ടിയാണ് മന്ത്രി അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ അച്ഛൻ മകന് കൊടുത്തുവിടുന്ന ആടയാഭരണങ്ങൾ അടങ്ങിയ തിരുവാഭരണം അതാ ഈ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്താൻ പോകുന്നു. നമുക്ക് ഇപ്പോൾ 18ാം പടിക്ക് മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഈ ശ്രീകോവിലിന്റെ താഴെ തിരുവനന്തപുരത്ത് നിന്ന് താഴേക്ക് കുറെ പോലീസ് ഉദ്യോഗസ്ഥർ താഴോട്ട് പോകുന്നു. അതായത് അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, വലിയ തർപ്പത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ താഴേക്ക് പോകുന്നത്. അവർ തിരക്ക് നിയന്ത്രിച്ച് ഇപ്പോൾ തുള്ളി ഉറങ്ങാടി വരുന്ന കോമരങ്ങളുമായി വരുന്ന ആ തിരുവാഭരണ പേടകത്തെ 18ാം പടിക്ക് മുകളിലേക്ക് കയറ്റിവിടാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മാത്രം മുഴങ്ങുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ സമാഗമമായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലേക്ക് എത്തും. ആ ദൃശ്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആശയത്തിൽ നിന്ന് നമുക്ക് നേടാൻ സാധിക്കും. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമായി ഇപ്പോൾ മന്ത്രി അടക്കമുള്ള ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ എത്തും. 3 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് 13ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. ആദ്യം റാന്നിയിലും അതിനുശേഷം ലാഹാസ്ത്രത്തിലും തങ്ങിയ ശേഷം ഇതാ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശബ്ദമുഖരിതമാണ്, ശരണം വിളികളുടെ ആരവം മാത്രമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന ഒരു അന്തരീക്ഷം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമാണ്, തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കാണുക, ഒപ്പം തന്നെ ദീപാരാധനയ്ക്ക് ശേഷമുള്ള മകരവിളക്ക് കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കാത്തിരിക്കുകയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് 4-5 മിനിറ്റിനുള്ളിൽ സന്നിധാനത്തേക്ക് എത്തും. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വിവരങ്ങൾ നമുക്ക് നൽകുവാൻ സാധിക്കും.